എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിർമ്മലിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടുടമസ്ഥൻ വിളിച്ച് പറയുന്നത് കേട്ട് നല്ല ദേഷ്യം വന്ന് നിൽക്കുവാണ് ഗൗതം. നേരം തന്നെ പിങ്കിയോട് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന്. എന്നിട്ട് പെട്ടെന്ന് വണ്ടി കയറി പോകുന്നു. നല്ല ദേഷ്യത്തിലാണ് ഗൗതം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹിനിയാണ്. മോഹിനി ശയനപ്രദക്ഷിണമൊക്കെ ചെയ്തിട്ട് വന്നേക്കുവാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേല പയ്യെ പിടിച്ചാണ് പവിത്ര അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കും, അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ വയ്യാണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട്, അതെ ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയാം, ആദ്യം ഞാൻ അവിടെ നിന്ന് പോയി ഇരുന്ന് ഇത്തിരി ശ്വാസം വിടട്ടെ എന്ന് പറയും. എന്നിട്ട് പോയി ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഒരു കുന്നിൻ മുകളിലായിരുന്നു അമ്പലം. ആ കുന്ന് മൊത്തം കയറി അമ്പലത്തിൽ മുറ്റത്ത് ചെന്ന് കഴിയുമ്പം അവിടെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ മെറ്റലിട്ട മുറ്റമാണ്. അതിലൂടെയാണ് ശയനപ്രദക്ഷിണം ചെയ്തത്. അതിൻ്റെ ബുദ്ധിമുട്ടായി എന്ന് പറയും. അന്നേരം അത് കേട്ടുകൊണ്ട് വരുന്ന കനകമ്മ പറയുന്നുണ്ട്, 2 കിലോമീറ്റർ ഒന്നുമില്ല, നീ കൂടിപ്പോയാൽ 1.5 അല്ലെങ്കിൽ 1.25, അതിനേക്കാൾ കൂടുതലൊന്നും അല്ല എന്ന് പറയുമ്പോൾ അത്രയും ഞാൻ കിടന്ന് ഉരുണ്ടില്ലേ എന്ന് ചോദിക്കും. അന്നേരം കനകമ്മ പറയുന്നുണ്ട്, ഉരുണ്ടത് എന്തിനാ, ഒരു നല്ല ആൺകൊച്ചിനെ തന്നെ പേരക്കുട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയല്ലേ, അപ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കണമെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം സഹിക്കാമെന്ന് വെച്ചത് എന്ന് പറയും. അന്നേരം കനകമ്മ വീണ്ടും പറയുവാണ്, ഇനിയും 2 പ്രാവശ്യം കൂടെ അമ്പലത്തിൽ പോകണം, അങ്ങനെ 2 മാസം കൂടെ ചെയ്താലേ ഫലം ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പം എന്താണെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടിയല്ലേ, അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പവിത്രയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് തീരെ വയ്യ, ഞാൻ റൂമിൽ പോയി കിടന്ന് ഒന്ന് നടുവ് നിവർത്തട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിടിച്ച് വയ്യാണ്ടാട്ടോ എഴുന്നേറ്റ് പോണേ. ഏതായാലും മോഹിനി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും പവിത്ര കനകമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മയിട്ടങ്ങ് പീഡിപ്പിക്കുവാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം കനകമ്മ പറയുന്നുണ്ട്, അതെ ഇവിടുത്തെ വലിയ കൊച്ചമ്മയായിട്ട് ചമഞ്ഞ് എന്നെ ഭരിക്കാൻ വന്നപ്പോൾ ഓർക്കണമായിരുന്നു, നീ ഇവിടെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് അങ്ങ് സുഖിക്കുമല്ലേ, അപ്പം ചെറിയ മനോസുഖങ്ങൾ ഞാനും അങ്ങ് നേടിക്കോട്ടെ, അതിൻ്റെ അകത്ത് നീ അങ്ങ് ടെൻഷൻ അടിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് കനകമ്മ അങ്ങ് പോകും. ആകെ ടെൻഷനിലാണ് പവിത്ര. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ്. നന്ദ മോൻ്റെ കാലിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മോന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് സുഖം കിട്ടാനല്ലേ എന്ന് നന്ദ ചോദിക്കും. അന്നേരം അമ്പട നിന്നെ ചികിത്സിക്കാണോടെ ഇവിടെ കൊണ്ട് കിടത്തിയേക്കുന്നത് എന്നിങ്ങനെ തമാശയ്ക്ക് ചോദിക്കുവാണ് നന്ദ. അന്നേരം നമ്മുടെ ഗൗരിമോള് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, അമ്മ അങ്ങനെ മസാജ് ചെയ്യുമ്പം കാലിലേക്കുള്ള രക്തയോട്ടം കൂടും, അതിന് വേണ്ടിയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കും. അന്നേരം നീ മിടിക്കുകയാണല്ലോ, നീ അത് കണ്ടുപിടിച്ചല്ലോ എന്ന് നന്ദ പറയുമ്പം മോൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതെല്ലാം ഗൗരി കാണാതെ പഠിച്ചു വെച്ചേക്കുവാണോന്ന്. അന്നേരം നന്ദ പറയും, അതങ്ങനെയാണ്, വേറെ ആർക്കും അറിയില്ലാത്ത കാര്യങ്ങൾ അവൾ നല്ല വിശദമായിട്ട് പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ, അതെൻ്റെ ഒരു അസുഖമാണ്, ടീച്ചറോമാനിയ എന്നാണ് ഞാൻ എൻ്റെ അസുഖത്തെ വിളിക്കുന്നത് എന്ന് ഗൗരിമോൾ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം നന്ദ പയ്യെ നന്ദുവിനെ പിടിച്ച് നടത്തിക്കുന്നു. അപ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് കാലിന് വേദനയുണ്ടെന്ന്. അന്നേരം നന്ദ പറയും, ആ വേദനയൊക്കെ മോൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, വീണപ്പോൾ ഉള്ള ചതവും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിട്ടുണ്ട്, ഇനി മോൻ്റെ മനസ്സിന് മോൻ ബലം കൊടുക്കണം, എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കണം, അങ്ങനെയാകുമ്പോൾ എല്ലാം നല്ല ഈസി ആയിട്ട് നടക്കുമെന്ന് പറയും. അന്നേരം പയ്യെ നടക്കുന്നുണ്ടെങ്കിലും മോൻ ഇടയ്ക്ക് വേദന ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദ പറയും, മോന് റേസിനൊക്കെ പങ്കെടുക്കണ്ടേ, അങ്ങനെ റേസിനൊക്കെ പോയി നല്ല സ്പീഡിൽ തകർത്ത് ഓടണമെങ്കിൽ ഇപ്പോൾ കുറച്ച് വേദനയൊക്കെ സഹിക്കണം, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, മോൻ നടന്നാൽ മതി, മോൻ്റെ കൂടെ ആൻറ്റിയില്ലേ, മോനും ആൻറ്റി വിശ്വാസമല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം എനിക്ക് വിശ്വാസം, അതുകൊണ്ടല്ലേ ഞാൻ ആൻറ്റിയുടെ അടുത്തോട്ട് വന്നത് എന്ന് പറയും. ഏതായാലും നന്ദ പയ്യെ പിടിച്ച് നടത്തിക്കുന്നു. അതിനുശേഷം ബ്രേസർ ഇല്ലാതെ നടത്തുന്നുണ്ട്. ബ്രേസർ ഇല്ലാതെ നടക്കുമ്പോൾ മോൻ വേദനയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നന്ദ പയ്യെ പിടിച്ച് നടത്തും, നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി മോൻ നടക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടത്തിക്കുവാണ്. അന്നേരം അതിനിടയ്ക്ക് നന്ദ പറയുന്നുണ്ട്, ഇപ്പം ഞാനും ഗൗരിമോളും ഒക്കെ പിടിച്ചല്ലേ മോൻ നടക്കുന്നത്, കുറേ കഴിയുമ്പോൾ മോന് തന്നെ നടക്കാൻ പറ്റും, അത് ഉറപ്പായിട്ട് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഏതായാലും കുറേ നടന്നതിന് ശേഷം മടുത്ത് കഴിയുമ്പോൾ നന്ദ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം, ഇനി നാളെ തുടങ്ങാം എന്ന് പറയും. ഈ സമയം നമ്മുടെ ലക്ഷ്മിക്ക് ആകെ ടെൻഷൻ. എന്നുവെച്ചാൽ മോനെ കൊണ്ടുവരുമോ ഒക്കെ ചെയ്യുന്നത് ഗൗതമാണ്. അപ്പം ഗൗതം എപ്പോഴും നന്ദയുടെ അടുത്ത് പോകുന്നത് ഇഷ്ടമല്ല ലക്ഷ്മിക്ക്. അതുകൊണ്ട് ലക്ഷ്മി പറയും, ഗൗതം മോൻ്റെ പോക്ക് അത്ര ശരിയല്ല, അതങ്ങനെ പോയാൽ ശരിയാകിയല്ല എന്നൊക്കെ പറയുമ്പം മഹേശ്വരൻ പറയുന്നുണ്ട്, നന്ദയുടെ അടുത്തേക്ക് ഗൗതം പോകുന്നത് മോൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, പിന്നെ അവരിതിനു മുമ്പ് ഭാര്യ ഭർത്താക്കന്മാരായി ഇരുന്നവരുമാണ്, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, അവരിതിനു മുമ്പ് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരുന്നിരിക്കാം, പക്ഷെ ആ ബന്ധം മുറിച്ച് കളഞ്ഞ ഒരു ബന്ധവും ഇനി കൂട്ടിയിണക്കാൻ ആരും നോക്കണ്ട, അതുകൊണ്ട് തന്നെ അവൾ ഇനി ഈ വീട്ടിലോട്ട് കയറുന്നതിനോട് എനിക്ക് താല്പര്യവുമില്ല,
അങ്ങനെ ഒരു കാര്യം ഇനി സംഭവിക്കരുത് എന്ന് പറയുമ്പം ജഗന്നാഥൻ പറയുന്നുണ്ട്, അതെങ്ങനെ സംഭവിക്കാനാ, ഇവിടെ പിങ്കി ഉള്ളപ്പം നന്ദി ഇങ്ങോട്ട് വരികയല്ലോ എന്ന് പറയും. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, അതൊക്കെ സംഭവിക്കും. കാരണം ഇവിടെ പിങ്കി ഭാര്യയുടെ സ്ഥാനത്തല്ല, ഭാര്യ വേഷത്തിൽ എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു സാങ്കല്പിക ജീവിതമാണ് അവർ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് വളരെ ഈസി ആയിട്ട് പിങ്കിയെ പുറത്താക്കാൻ സാധിക്കും. അങ്ങനെ പിങ്കിയെ പുറത്താക്കി അവൾ ഈ വീട്ടിലോട്ട് വരണ്ട, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്ന് പറയും. അന്നേരം വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്, അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട്, നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ പിങ്കിയുടെയും ഗൗതം മോൻ്റെയും വിവാഹം നടത്തണമെന്ന് പറയും. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, അത് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ, അത് നടത്തണമെങ്കിൽ തന്നെ ഗൗതമും പിങ്കിയും തന്നെ മനസ്സ് വെക്കേണ്ടേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ലക്ഷ്മി പറയും, മനസ്സ് വെക്കണം, വെച്ചില്ലെങ്കിൽ അത് വെപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ശ്രമിക്കണം, അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, അതെങ്ങനെയെങ്കിലും നടത്തിയെടുത്തേ പറ്റുള്ളൂ എന്നാണ് ലക്ഷ്മി പറയുന്നത്. അതിനു വേണ്ടി വല്യമ്മയും ചട്ടം കെട്ടുന്നുണ്ട് ലക്ഷ്മി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയെ തന്നെയാണ്. ഇതിനിടയ്ക്ക് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും കോസ്റ്റ്യൂം മാറുന്നുണ്ട്, പക്ഷെ നന്ദയുടെ മാത്രം ആ മഞ്ഞ സാരി തന്നെയാണ് കേട്ടോ. ഏതായാലും മോൻ്റെ കാലിലെ ആ ബ്രേസിയർ കഴിച്ചു വെച്ചിട്ട് ഒരു ബോൾ കൊണ്ടുവച്ചിട്ട്, ഫുട്ബോൾ കൊണ്ടുവച്ചിട്ട് തൊഴിക്കാൻ പറയുവാണ്. അന്നേരം മോൻ ആകപ്പാടെ ഒരു വിഷമത്തിൽ നിൽക്കും. അന്നേരം നന്ദ പറയും, മോനെ കൊണ്ട് സാധിക്കും, നീ അത് ചെയ്ത് നോക്കിക്കോ, ഒരു പ്രശ്നമില്ല എന്ന് പറയും. അതുപോലെ ഗൗരിമോളും ആത്മവിശ്വാസം കൊടുക്കുന്നു. ഗൗരിമോളെ കൈകൊട്ടി അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുവാണ്. അങ്ങനെ നന്ദുമോൻ ആ ബോൾ തൊഴിച്ചു വിടും. കറക്റ്റ് അത് പിടിക്കുന്നത് ഗൗതം ആട്ടോ. ഗൗതത്തിൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ എൻ്റെ നന്ദുമോൻ അതങ്ങ് സാധിച്ചെടുത്തു. ഇത് ഞാൻ പറഞ്ഞത്, മോനെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വാസമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നന്ദുമോൻ ഗൗതത്തെ കാണുന്നത്. ദേ പപ്പ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗതം കയറി വരുന്നുണ്ട് കണ്ണൊക്കെ തുടച്ചുകൊണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ പപ്പ, ഞാൻ ബ്രേസിയറിലാണ്ടാണ് അത് തൊഴിച്ചു വിട്ടത്, എനിക്ക് നല്ല മാറ്റമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ശരിക്കും മാറ്റം വരുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. സന്തോഷം കൊണ്ട് ഗൗതം മോനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദ പറയുവാണ്, അവൻ ബ്രേസർ ഇല്ലാതെ ഒന്ന് നടന്നു നോക്കട്ടെ എന്നോർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്, കുഴപ്പമില്ല, ഒരുപാട് ബെറ്ററായി വരുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് നന്ദുമോനോട് പറയുന്നുണ്ട്, മോൻ പോയി ബ്രേസർ എടുത്തുകൊണ്ട് ആ കാലയിലിട്ട് തരാമെന്ന് പറയും. കൂടെ ചെല്ലാൻ പറഞ്ഞ് മോളെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പറഞ്ഞു വിട്ട് കഴിയുമ്പോഴേക്കും ഗൗതം പറയുന്നുണ്ട്, നന്ദ ചെയ്തത് വലിയൊരു കാര്യമാണ്, അതിനെങ്ങനെയൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് ഗൗതം പറയുന്നത്. അന്നേരം നന്ദ പറയുന്നുണ്ട്, മോന് നല്ല മാറ്റമുണ്ട്, അത് ഇനിയും പൂർണ്ണമായിട്ടില്ല, കുറേ ദിവസങ്ങളൂടെ എടുക്കും, അതൊരു കറക്റ്റ് രീതിയിലാകണമെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യണം, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യണം, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവന് മടിയാണെങ്കിലും നിങ്ങളത് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, കേട്ടോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം, ഒരു കുഴപ്പമില്ല, ഏതായാലും അവന് കാര്യങ്ങളൊക്കെ ശരിയാകുമല്ലോ, എല്ലാ അസുഖമൊക്കെ മാറി അവൻ സുഖമാവുമല്ലോ, അത് മാത്രം മതി, അതാണ് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഒത്തിരി ഇഷ്ടത്തോടും ഒത്തിരി ഒരു നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദയോട്. അപ്പോൾ കറക്റ്റ് ഇതേ നിർമ്മൽ കയറി വരും. നിർമ്മലിനെ കാണുന്നതേ ഗൗതത്തിൻ്റെ മുഖം അങ്ങ് മാറും. നിർമ്മലിൻ്റെ കയ്യിൽ 2 കവറുണ്ടായിരുന്നു. ഇന്നാ നന്ദ എന്ന് പറഞ്ഞ് അത് നന്ദയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഗൗതമേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഗൗതത്തിന് മുഖം അങ്ങ് ചുമന്ന് വരും, മുഖമൊക്കെ അങ്ങ് മാറും. എന്നിട്ട് നന്ദുമോനെ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കും. മോൻ വരുന്നേക്കും നമുക്ക് പോകാമെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, പപ്പയ്ക്ക് ധൃതിയുണ്ട് മോനെ, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് മോൻ്റെ കൈ പിടിച്ചുകൊണ്ടങ്ങ് പോവാണ്. എന്നിട്ട് മോൻ പറയുന്നുണ്ട്, ഗൗരി നമുക്ക് നാളെ കാണാട്ടോ എന്നൊക്കെ പോകുന്നതിനിടയ്ക്കാണ് നന്ദുമോൻ പറയുന്നത്. അത്രയ്ക്ക് ദേഷ്യപ്പെട്ട് മോൻ്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവാണ്. ഗൗതം ആകെ വിഷമത്തിൽ നിൽക്കുക കേട്ടോ നിർമ്മൽ. അന്നേരം ഗൗരിമോള് ചോദിക്കും, അങ്കിളിന് തന്നെ എന്നെ ഒരു മൈൻഡ് ഇല്ലാത്തതെന്ന്. നിന്നെ ഞാൻ മൈൻഡ് ചെയ്യാടി എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് മോളെ എടുത്തുകൊണ്ട് നിർമ്മൽ അങ്ങോട്ട് പോകും. പക്ഷേ ഈ സീൻ കണ്ട് ഇത്തിരി വിഷമാവുന്നുണ്ട് നന്ദയ്ക്ക്. പിന്നീട് മോഹിനിയാണ് കാണിക്കുന്നത്. മോഹിനി ജഗന്നാഥനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, പിങ്കിയുടെയും ഗൗതത്തിൻ്റെയും വിവാഹം നടത്താൻ സമ്മതിക്കരുത്, അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിൻ്റെ വിലയാണ് ഈ വീട് ഇടിഞ്ഞു പോകുന്നത് എന്നൊക്കെ പറയും. അന്നേരം ജഗന്നാഥൻ ചോദിക്കും, നീ എന്നെ പറയുന്നത്, ഗൗതത്തിൻ്റെയും പിങ്കിയുടെയും വിവാഹം നടന്നു എന്ന് കരുതി നമുക്കുണ്ടാകുന്ന പേരക്കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ഇങ്ങനെ വിവരമില്ലാതായി പോയല്ലോ, അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ടാകും, പിന്നെ ആ കുഞ്ഞിനായിരിക്കും ഈ വീട്ടിൽ പ്രാധാന്യം, അതുകൊണ്ട് ഞാനത് സമ്മതിക്കത്തില്ല എന്ന് പറയും. അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ് എന്ന് പറയുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട്, ഇവിടെ നന്ദിയും പിങ്കിയും മരുമക്കളായിട്ടുണ്ടായിരുന്നു, അവർക്ക് കിട്ടിയ പ്രാധാന്യം നമ്മുടെ മോൻ്റെ ഭാര്യയായ പവിത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട്, അത്രയും കിട്ടിയിട്ടില്ല, പക്ഷേ അവളെ ആരും അവഗണിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അവഗണിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇപ്പം നമുക്കൊരു പേരക്കുഞ്ഞുണ്ടാകാൻ പോവാണ്, അവനായിരിക്കണം
ഈ വീടിൻ്റെ എല്ലാ തരത്തിലുള്ള അവകാശിയും കണ്ണിലുണ്ണിയും ഒക്കെ ആയിട്ട് വളർന്നു വരേണ്ടത്. പിന്നെ വേറെ ഒരു കുഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിൽ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ആ വിവാഹം മുടക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അപ്പം ജഗന്നാഥൻ പറയുന്നുണ്ട്, അത് മുടക്കണമെങ്കിൽ പിങ്കിയും ഗൗതമും വിചാരിക്കണം, അല്ലെങ്കിൽ വലിയേടത്തി വിചാരിക്കണം. ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വലിയേടത്തി ആ വിവാഹം നടത്തുമെന്ന് പറയും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് മുന്നോട്ടേക്ക് കുറച്ച് നീക്കി വെക്കാനുള്ള മാർഗ്ഗങ്ങളെങ്കിലും അന്വേഷിക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പവിത്ര വരുന്നത്. ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരുന്ന കേട്ടോ. എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട്, ഗുളികയൊന്നും തന്നില്ലേന്ന്. അന്നേരം അയ്യോ ഇപ്പോൾ ഗുളികയുടെ ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ആഹാരം മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുവാണ് പവിത്ര. അത് കേൾക്കുന്ന ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട്, ഗർഭിണി അല്ലെങ്കിലും നിൻ്റെ പോഷകാഹാരത്തിന് കുറവൊന്നും ഇല്ലായിരുന്നല്ലോ, അത് അതുപോലെയൊക്കെ തന്നെ ഇതുപോലെയൊക്കെ തന്നെയല്ലേ നടന്നുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, നീ ഇവളുടെ വല്ല കാര്യം നോക്കുക, അല്ലാണ്ട് അവരുടെ കല്യാണം മുടക്കാൻ നടക്കണ്ട എന്ന് പറയും. അന്നേരം പവിത്ര ചോദിക്കും, ആരുടെ കല്യാണമാണ്? ഗൗതമേട്ടനെയും പിങ്കി ചേച്ചിയുടെയാണോ? അവരുടെ വിവാഹം എന്തിനാണ് മുടക്കുന്നത്? എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതും അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ബന്ധമുണ്ട്. നിനക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞായിരിക്കണം ഈ വീടിൻ്റെ അവകാശിയും കണ്ണിലുണ്ണിയും ഒക്കെ. അതിന് പകരം വേറൊരു കുഞ്ഞിവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറയും. അന്നേരം പവിത്ര പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് കരുതി അമ്മ അവരുടെ വിവാഹം മുടക്കാനൊന്നും നടക്കണ്ട, എനിക്കിപ്പോൾ കുഞ്ഞുണ്ടാകുന്ന കാര്യത്തിലും വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ എന്ന് പവിത്ര പറയും. അന്നേരം മോഹിനി ചോദിക്കും, അതെന്താടി നിൻ്റെ കുഞ്ഞിന് ഗ്യാരണ്ടി ഇല്ലാത്തത്? കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് ചോദിക്കും. അന്നേരം പെട്ടെന്ന് അബദ്ധം പറ്റിയല്ലോ എന്നോർത്ത് പവിത്ര പറയുവാണ്, അതല്ലമ്മേ, ഒരു കുഞ്ഞ് ഉണ്ടാകുന്നതും ജനിക്കുന്നതും പ്രസവിക്കുന്നതും ഒക്കെ ഈശ്വരൻ്റെ കയ്യിലല്ലേ, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, ഇവിടെ ഈശ്വരനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട് ഭഗവാൻ, ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ നീ നോക്കിക്കോണം, നിൻ്റെ അശ്രദ്ധ കൊണ്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക് നിന്നെ ദഹിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് മോഹിനി അങ്ങോട്ട് പോകുന്നത്. അത് കേട്ട് ആകെ ടെൻഷനോട് നിൽക്കുവാണ് പവിത്ര. പിന്നീട് ഗൗതത്തെ കാണിക്കുന്നു. ഗൗതത്തിന് നിർമ്മൽ അങ്ങോട്ട് കയറി വന്ന കാര്യം ഓർക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരുവാണ്. പിന്നെ വീടിൻ്റെ ഓണർ പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കരിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ലക്ഷ്മിയും വല്യമ്മയും കൂടെ വരുന്നത്. അന്നേരെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി, നിൻ്റെ മൂഡ് കറക്റ്റ് ആണോ എന്ന്. അന്നേരം എൻ്റെ മൂഡ് എന്തിനാ നോക്കുന്നത്, അമ്മ പറയാനുള്ള കാര്യം എന്ന് പറയും. അന്നേരം വല്യമ്മ പറയുവാണ്, പല പ്രാവശ്യം നിന്നോട് പറഞ്ഞ് മടുത്ത കാര്യം തന്നെയാണ് നിൻ്റെയും പിങ്കിയുടെയും വിവാഹം, അത് നല്ല രീതിയിൽ നടത്തണം എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഇതിനു മുമ്പ് എന്താണോ ഞാൻ മറുപടി പറഞ്ഞത് ആ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പം വല്യമ്മ പറയുന്നുണ്ട്, അത് ഇത്രയും കാലം നീ പറഞ്ഞ പോലെ ഒന്നും നടക്കുകയില്ല, ഉറപ്പായിട്ട് ഞാൻ ഈ വിവാഹം നടത്തിയിരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ വല്യമ്മ തർപ്പിച്ച് പറയുമ്പം പെട്ടെന്ന് ഇങ്ങനെ ഇത്തിരി ദേഷ്യത്തോടെ വല്യമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.